ഇന്ന് അജയണ്ണം വന്നപ്പോഴാണെന്നുണ്ടെങ്കിലേ ഇച്ചിരി കൊഞ്ച് വാങ്ങിച്ചോണ്ട് നല്ല അടിപൊളി പച്ച കൊഞ്ചായിരുന്നു കേട്ടോ. അങ്ങനെ കൊഞ്ച് ക്ലീൻ ചെയ്യാൻ അന്നേരം ഇരുന്ന് കണ്ടപ്പോഴേ കല്ല് പറഞ്ഞ്, അമ്മ എനിക്ക് ഇച്ചിരി കൊഞ്ച് എടുത്ത് ബിരിയാണി വെച്ച് തരുമോയെന്ന്. ബിരിയാണിയുടെ കഥ കേട്ടപ്പോഴേ അജയണ്ണം പറഞ്ഞ്, ഇവിടെ ബിരിയാണി പറ്റത്തില്ല, കാരണം അജയണ്ണം ബിരിയാണി കഴിക്കത്തില്ല കേട്ടോ, തീയൽ വെക്കുന്നെങ്കിൽ മാത്രം വെച്ചാൽ മതിയെന്ന്. എന്നാലും ഞാൻ പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അതിൽ നിന്ന് ഒരു 5-6 കൊഞ്ചെടുത്തേം വെച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി റേഷനരി ഇട്ട് ഒന്ന് പറ്റിച്ചെടുത്ത് കേട്ടോ. അന്നേരം അതെങ്ങനെയാണ് വെച്ചതെന്നൊന്ന് കാണിച്ചു തരാവേ. ഞാനെങ്കിൽ ഒരു പാൻ എടുത്ത് പാനിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി കേട്ടോ. ചൂടാക്കിയതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചതച്ചത് ഒന്ന് അതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. അതിനകത്തോട്ടൊരു 3 പച്ചമുളക് എടുത്ത് ചതച്ചേമിച്ച് അതും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതും കൂടി ഇട്ട് വഴറ്റി എടുക്കണേ. എടുക്കുന്ന സമയം കൊണ്ട് അതൊന്ന് വഴളുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന കൊഞ്ചിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി വെക്കാവേ. ഇത് വഴണ്ട് വരുമ്പോഴത്തേന് അതിനകത്തോട്ട് ഒരു 2 ചെറിയ തക്കാളിപ്പഴം കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ കൊഞ്ചിനെ ഒന്ന് വറുത്തെടുക്കാവേ. ആ വറുത്തെടുത്ത കൊഞ്ച് നമുക്കാണെങ്കിൽ മാറ്റി വയ്ക്കാം. അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം 1/2 സ്പൂണ് വെച്ചാണ് ഇട്ടേക്കുന്നത്, കാരണം കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയാണ് ഇട്ടേക്കുന്നത്. അന്നേരം അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കിന് ഞാൻ കുതിരാൻ വെച്ചിരുന്ന റേഷനരി എടുത്ത് കഴുകി വൃത്തിയാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത്. ഇളക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്ത്. തിളച്ച് വന്നപ്പോഴത്തേനും നമ്മൾ കൊഞ്ചിട്ട് കൊടുത്ത് കേട്ടോ. കൊഞ്ചിട്ടതിന് ശേഷം നമ്മളാണെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണമേ. ഇത് റേഷനരി ആയതുകൊണ്ട് തന്നെ ഒരു ശകലം വേവ് കൂടുതലുണ്ട് കേട്ടോ. അന്നേരം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് ഇച്ചിരി മല്ലിയിലയും കൂടെ തൂവി കൊടുത്താൽ മതി. നല്ല അടിപൊളി ബിരിയാണി റെഡിയാണ്.